ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് ടപ്പിൾ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ്. ഓക്കെ. ടപ്പിൾ. ടപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തണിലെ ഒരു ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ. പൈത്തണിലെ ഒരു ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് ആണ് ടപ്പിൾ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ്. ഇതെന്താണ്? ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്പ് ആണ്. അതായത് ഒരു സിംഗിൾ വേരിയബിൾ നെയിമിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡേറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ. അതേപോലെ തന്നെ ഓർഡേർഡ് ആണ്. പിന്നെ ഇത് അൺചേഞ്ചബിൾ ആണ്. ഓക്കെ. അൺചേഞ്ചബിൾ മീൻസ് വൺസ് നമുക്ക് ഈ ടപ്പിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ. ഒരു അൺചേഞ്ചബിൾ ആണ്. അപ്പൊ ഈ ടപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് ആണ്. അതായത് വൺസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് മോഡിഫിക്കേഷൻ ചെയ്യാനേ പറ്റില്ല. ഓക്കെ. ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എന്താണ്? മ്യൂട്ടബിൾ ആണ്. ഓക്കെ. മ്യൂട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അപ്പൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷെ ടപ്പിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ എന്താണ്? ഒരു ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ. അപ്പം ടപ്പിളിന്റെ ബ്രാക്കറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. ടപ്പിളിന്റെ നോർമൽ ബ്രാക്കറ്റ് ആണ്. അതേപോലെ തന്നെ ഇതൊരു ഓർഡേർഡ് ആണ്. നമുക്ക് എങ്ങനെയാണോ ഡാറ്റ കൊടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതൊരു ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് ആണ്. കാരണം ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെ? പക്ഷെ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യണം? ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യെസ് നമുക്കിത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ടപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഓർഡേർഡ് ആണ്. അതേപോലെ തന്നെ അൺചേഞ്ചബിൾ ആണ്. ഡ്യൂപ്ലിക്കേറ്റ്സിനെ അലോ ചെയ്യും. ഓക്കെ. അതായത് ഡ്യൂപ്ലിക്കേറ്റ്സിനെ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ അകത്ത് അലോ ചെയ്യും. ഓക്കെ. അപ്പൊ നമുക്കൊരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാം, അല്ലെ? നമുക്ക് ടി യു എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ടി യു ഈക്വൽ നോർമൽ ബ്രാക്കറ്റ് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡേറ്റാസ് കൊടുക്കാം. പൈത്തോൺ, അതേപോലെ തന്നെ ജാക്കോ, പിന്നെ നമുക്ക് ഇൻറ്റിജർ യൂസ് ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലോട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഏതെങ്കിലും ഡാറ്റ ടൈപ്പ് വേണമെങ്കിൽ, അതായത് സ്ട്രിങ് ആണെങ്കിലും ഇൻറ്റിജർ ആണെങ്കിലും ഫ്ലോട്ട് ആണെങ്കിലും നമുക്ക് എന്താവും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ പ്രിന്റ് ഓഫ് ടി യു എന്ന് കൊടുത്തിട്ട് നമ്മളിപ്പോൾ റൺ ചെയ്യാണ്. ഓക്കെ. പ്രിന്റ് ഓഫ് ടി യു എന്ന് കൊടുത്ത് നമ്മൾ റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് ഡേറ്റാസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതായത് പൈത്തൺ ജാഗോ 1.3.9.0 എന്ന് പറയുന്ന ഡേറ്റാസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഡേറ്റനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്യാം, അല്ലെ? അപ്പം ലിസ്റ്റിൽ യൂസ് ചെയ്തതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെക്സ് വാല്യൂ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്യാം. ഓക്കെ. ഏതൊക്കെ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം? നമുക്ക് ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്യാം. ഓക്കെ. ഇൻഡെക്സ് വാല്യൂ കാണാം. അതേപോലെ തന്നെ സ്ലൈസിങ് ചെയ്യാം. ഓക്കെ. ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഇഫ് എൽസ് കണ്ടീഷൻ യൂസ് ചെയ്യാം. ഓക്കെ. യെസ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിന്റ് ഓഫ് ടി യു എന്ന് വിളിക്കുമ്പോൾ നമുക്ക് എന്താണ്? ടപ്പിളിനകത്തുള്ള എല്ലാ ഡേറ്റാസും നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. അതായത് ഓർഡേർഡ് ആണ്. ഓക്കെ. അപ്പം ഞാനിതിപ്പോൾ പറയുവാണ് ടി യു എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് ഇത്രയും ഡേറ്റ ഞാൻ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇതൊരു ടപ്പിൾ ആണെന്ന് ഞാൻ പറയുവാണ്. ഓക്കെ. അപ്പൊ പൈത്തൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ്? ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിക്റ്റേറ്റ് ചെയ്തോളൂ. അതായത് ഇതിന്റെ ഏതാണോ ഡേറ്റ, നമ്മളിപ്പോൾ സ്ട്രിങ് ഓഫ് അല്ലെങ്കിൽ ഇൻറ്റ് ഓഫ് അല്ലെങ്കിൽ ഫ്ലോട്ട് ഓഫ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ടപ്പിൾ ഓഫ് എന്ന് നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് ഏതാണോ ഡേറ്റ ടൈപ്പ് എന്നുള്ളത് അത് അവിടെ ചെക്ക് ചെയ്തോളൂ. ഓക്കെ. പക്ഷെ എന്നാലും ഇതിപ്പോ ഞാൻ പറയാണ് ടപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ടപ്പിൾ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് പറയണം, അല്ലെ? അപ്പൊ ഈ ടി യു എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനെ നമുക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ഏത് ഡേറ്റ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ഏത് ക്ലാസ് നെയിം ആണെന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. ഓക്കെ. അപ്പൊ അതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ്, അല്ലെ? ടൈപ്പ് ചെക്ക് ചെയ്യാം. ഓക്കെ. ഇതിന്റെ ടൈപ്പ് അപ്പൊ നമുക്ക് എങ്ങനെയാണ്? പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് ടി യു. ഓക്കെ. പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് ടി യു. യെസ്. നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ക്ലാസ് ടപ്പിൾ ആണ്. യെസ്. നമുക്ക് ക്ലാസ് ടപ്പിൾ ആണ്. കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ അത് ഏത് ഡേറ്റ ടൈപ്പ് ആണെന്നുള്ളത് അവിടെ ഡിറ്റക്ട് ചെയ്യും. നമ്മൾ ടപ്പിൾ ഓഫ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഇനിയിപ്പോൾ ഇതിന്റെ ലെങ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? LEN ഓഫ് യൂസ് ചെയ്യാം, അല്ലേ? പ്രിന്റ് ഓഫ് LEN ഓഫ് ടി യു. ഓക്കെ. പ്രിന്റ് ഓഫ് LEN ഓഫ് ടി യു. യെസ്. നമുക്ക് 5 ഡേറ്റാസ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തേക്കുന്നത്. 1 2 3 4 5. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യാം. നമുക്ക്
ടി യു ഡോട്ട്. ഓക്കെ, കണ്ടോ, കൗണ്ടും ഇൻഡെക്സും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡിലീറ്റ് ചെയ്യാനോ അപ്പൻഡ് ചെയ്യാനോ അതേപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനോ നമുക്ക് ഇതിൻ്റെ അകത്ത് പറ്റില്ല. കാരണം ലിസ്റ്റ് നമ്മൾ എന്താണ് പഠിച്ചത്? ലിസ്റ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അപ്പൻഡ് ചെയ്യാം, പോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം അതൊന്നും ഇതിൻ്റെ അകത്ത് അവൈലബിൾ അല്ല. ഡോട്ട് ക്ലിയർ പോലും ഇതിൻ്റെ അകത്ത് അവൈലബിൾ അല്ല. ഓക്കെ, പക്ഷെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു എലമെന്റിനെ ചേഞ്ച് ചെയ്യണം. ഇപ്പൊ നമുക്കൊരു എലമെന്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ഓഫ് ടി യു ഓഫ് നമുക്ക് എന്ത് ചെയ്യാം? 1 എന്ന് കൊടുത്തുന്ന ജാങ്കോ എന്ന് പറയുന്ന ഡേറ്റയാണ് നമുക്ക് അവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് അല്ലേ? യെസ്, ജാങ്കോ എന്ന് പറയുന്ന ഡേറ്റ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടി. കാരണം ഇൻഡെക്സ് വാല്യൂ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ സ്ലൈസിങ് യൂസ് ചെയ്യാനാണെങ്കിലോ 1:3, അതായത് 1നും 3നും ഇടയിലുള്ള ഡേറ്റാസ് നമുക്ക് അവിടെ സ്ലൈസ് ചെയ്ത് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇൻ കേസ് ഫോർ ലൂപ്പ് ആണെങ്കിലോ 4i in tu. ഓക്കെ, അപ്പൊ ടിയുനകത്തുള്ള എല്ലാ ഡേറ്റയും ഐനകത്തുണ്ട്. പ്രിന്റ് ഓഫ് ഐ ഓരോ ഡേറ്റ ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നമുക്കിപ്പോൾ ഒരു ഡേറ്റ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതായത് ജാങ്കോ എന്ന് പറയുന്ന ഡേറ്റ എനിക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ലിസ്റ്റ് ഓഫ്. ഓക്കെ, ലിസ്റ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. ലിസ്റ്റ് ഓഫ് ടി യു അല്ലെ? ടി യു എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്താണ് ഈ ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഞാനിപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ നെയിം കൊടുക്കുകയാണ് എൽ ഐ. ഓക്കെ, എൽ ഐ ഈക്വൽ ലിസ്റ്റ് ഓഫ്. ഓക്കെ, എൽ ഐ ഈക്വൽ ലിസ്റ്റ് ഓഫ് ടി യു. ഓക്കെ, എൽ ഐ ഈക്വൽ ലിസ്റ്റ് ഓഫ്. ലിസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് ഓഫ് ടി യു എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എൽ ഐ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് ഇപ്പൊ ഏത് ഡേറ്റ ടൈപ്പ് ആണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് പ്രിന്റ് ചെയ്താൽ മതി അല്ലെ? പ്രിന്റ് ഓഫ് എൽ ഐ. ഓക്കെ, പ്രിന്റ് ഓഫ് എൽ ഐ എന്ന് കൊടുത്തു, നമുക്ക് റൺ ചെയ്യാം. നോക്കിയേ, ലിസ്റ്റിലാണ് ഇത് കൺവേർട്ട് ആയേക്കുന്നത്. യെസ്, നമുക്ക് ടപ്പിളിനെ ലിസ്റ്റിലോട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നോക്കിയേ, സ്ക്വയർ ബ്രാക്കറ്റ് ആണ് അല്ലെ? ശരി, നമുക്ക് ഇതിന്റെ ടൈപ്പ് ചെക്ക് ചെയ്യാം. ഇത് ലിസ്റ്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് ഇതിന്റെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ഓഫ് എൽ ഐ എന്ന് കൊടുത്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നോക്കി, ക്ലാസ് ലിസ്റ്റ്. യെസ്, നമുക്ക് ആ ഡേറ്റ നമുക്ക് അവിടെ കിട്ടി. അതായത് ഇത് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ലിസ്റ്റിലോട്ട് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? നമുക്ക് ലിസ്റ്റിനകത്തുള്ള എല്ലാ ഡേറ്റയും നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഡോട്ട് അപ്പൻഡ് യൂസ് ചെയ്യാം അല്ലേ? ഇപ്പോൾ ഒരു ഡേറ്റ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എൽ ഐ ഡോട്ട്. ഓക്കെ, കണ്ടോ, എൽ ഐ ഡോട്ട് പോപ്പ്, അപ്പൻഡ്, കോപ്പി, ക്ലിയർ, ഇൻസേർട്ട്, എക്സ്റ്റെൻഡ്, റിമൂവ്, കൗണ്ട്, ഇൻഡെക്സ്, റിവേഴ്സ്, സോർട്ട്, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പറ്റും. കാരണം ലിസ്റ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തേക്കാണ്. ഓക്കെ, ഫൈൻ. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് അപ്പൻഡ് ചെയ്യാൻ പോകണം. ഒരു ഡേറ്റനെ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ആഡ് ചെയ്യാൻ പോകണം. അതായത് നമ്മുടെ ലിസ്റ്റ് ടപ്പിളിനകത്ത് ഇപ്പോൾ എന്താണ്? പൈത്തൺ ജാങ്കോ 1.3.9.0 എന്ന് പറയുന്ന ഡേറ്റയാണ്. ഇതിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? HTML എന്ന് പറയുന്ന ഒരു ഡേറ്റയാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകണം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ഓഫ് എൽ ഐ. ഓക്കെ, യെസ്, നമുക്ക് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. യെസ്, നമുക്ക് എൽ ഐ കൊടുത്തപ്പോൾ എന്താണ്? HTML എന്ന് പറയുന്ന ഡേറ്റ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡായി. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഇതിൻ്റെ അകത്താണ് ഔട്ട്പുട്ട് കിടക്കുന്നത്? ലിസ്റ്റിലാണ് അല്ലെ? നമ്മളിപ്പോ ആ ടപ്പിളിലേക്കാണ് നമ്മുടെ ഡേറ്റനെ ഇനി കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ലിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു? ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്കത് മോഡിഫൈ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടപ്പിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ടി യു ഈക്വൽ ടപ്പിൾ ഓഫ്. ഓക്കെ, ടപ്പിൾ ഓഫ് ഏത് വേരിയബിൾ നെയിം ആണ്? എൽ ഐ എന്ന് പറയുന്ന വേരിയബിൾ നെയിം വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, പ്രിന്റ് ഓഫ് ടി യു. റൺ ചെയ്യാം. യെസ്, നോക്കി, ടപ്പിളിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഡേറ്റാസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ടപ്പിൾ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് എന്താണ്? ഒരു ഇമ്മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഡേറ്റ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലിസ്റ്റിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, യെസ്, സെറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. സെറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് എന്താണ്? ഒരു അൺഓർഡർഡ് ആണ്. ഓക്കെ, എത്ര ഓർഡർ ആയിട്ട് കൊടുത്താലും അത് അൺഓർഡർഡ് ആയിട്ടാണ്. പക്ഷെ ലിസ്റ്റും ടപ്പിളും എന്താണ്? ഓർഡർഡ് ആണ്. നമ്മൾ എങ്ങനെയാണോ ഡേറ്റ കൊടുക്കുന്നത് അത് അതേപോലെ തന്നെയാണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പം ടപ്പിൾ നമ്മൾ യൂസ് ചെയ്യുമ്പം ഇൻ കേസ് എന്തെങ്കിലും ഒരു ടപ്പിൾ അത് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ലിസ്റ്റും ടപ്പിളും എന്താണ്? ഒരു സിംഗിൾ വേരിയബിൾ നെയിമിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡേറ്റാസിന് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. ഓർഡർഡ് ആണ്, അൺചേഞ്ചബിൾ ആണ്, അലോ ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. യെസ്, ഡ്യൂപ്ലിക്കേറ്റ്സിനെ അലോ ചെയ്യും. നമുക്കൊരു പൈത്തണോട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇപ്പൊ പൈത്തോൺ എന്ന് പറയുന്ന ഡേറ്റ ഞാനിവിടെ കൊടുത്തു. ഓക്കെ, റൺ ചെയ്യാണ്. യെസ്, പൈത്തൺ അലോ ആയി. അതായത് നമ്മുടെ ലിസ്റ്റിലും അതേപോലെ തന്നെ ടപ്പിളിലും ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സിനെ അലോ ചെയ്യും.
പക്ഷെ സെറ്റിനകത്ത് എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സിനെ അലോ ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ടപ്പിൾ എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ്. ഓക്കെ, ഇതിനെ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം, ഫോർ ഐ ഇൻ ടി യു. ഓക്കെ, പ്രിന്റ് ഓഫ് ഐ. ഇഫ് എൽസ് യൂസ് ചെയ്യാം, കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു യൂസർ ഇൻപുട്ട് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ അതോടെ ഒന്ന് കാണിച്ചു തരാം. ഒരു യൂസർ ഇൻപുട്ട് വെച്ചിട്ട് നമുക്ക് എന്താണ് നമുക്കത് ചെക്ക് ചെയ്യാം. ഞാൻ ഇത് കമാൻഡ് ചെയ്തിടുവാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഡേറ്റ. ഒരു യൂസർ ഇൻപുട്ട് കൊടുക്കുകയാണ്. യൂസർ ഈക്വൽ ഇൻപുട്ട് ഓഫ്, ഓക്കെ, എൻറ്റർ വാല്യൂ എന്ന് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻ എഴുതാം. ഇഫ് യൂസർ ഇൻ ടി യു, അല്ലേ? യൂസറിനകത്ത് നമ്മൾ എന്താണോ ഡേറ്റ എൻ്റർ ദ വാല്യൂ കൊടുക്കുന്നത്, അത് യൂസർ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിൽ സ്റ്റോർ ആണ്. ഓക്കെ, യെസ്, നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇഫ് യൂസർ ഇൻ ടി യു, അപ്പൊ യൂസറിനകത്ത് എന്താണ്, ഒരു യൂസർ കൊടുക്കുന്ന എന്ത് ഇൻപുട്ട് ആവാം, പൈത്തൺ ആവാം, ജാങ്കോ ആവാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഓഫ് അവൈലബിൾ ആണെങ്കിൽ, അതായത് പൈത്തൺ ഇൻ ടി യു എന്ന് വരും. അതായത് ഇഫ് യൂസർ ഇൻ ടി യു ആണെങ്കിൽ യൂസറിനകത്ത് എന്താണോ ഡേറ്റ കൊടുക്കുന്നത്, അപ്പൊ ഇഫ് പൈത്തൺ ആണെങ്കിലോ അല്ലെങ്കിൽ ജാങ്കോ ആണെങ്കിലോ ഇഫ് പൈത്തൺ ഇൻ ടി യു. ഓക്കെ, പ്രിന്റ് ഓഫ് അവൈലബിൾ എന്ന് കൊടുത്തു. അതിനുശേഷം നമുക്ക് എൽസ് പാർട്ട് വേണം, കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൽസ് പാർട്ട് കൊടുക്കാം. ഓക്കെ, സോറി, കീ നോട്ട് ഫൗണ്ട്. ഓക്കെ, ഓക്കെ, നമുക്ക് റൺ ചെയ്യാം. ഞാനിവിടെ ജാങ്കോ കൊടുത്തു. ഓക്കെ, കീ നോട്ട് ഫൗണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ നെയിം തെറ്റാണ്, ഞാനിവിടെ കൊടുത്ത നെയിം റോങ് ആണ്. ഓക്കെ, നമുക്കപ്പം അവിടെ സ്പെല്ലിംഗ് കറക്റ്റ് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്യാം. ജാങ്കോ കൊടുത്തു. യെസ്, ഇഫ് കണ്ടീഷൻ ട്രൂ ആയി, അല്ലേ? നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്യാം. ഞാനിവിടെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, സോറി, കീ നോട്ട് ഫൗണ്ട്. അതായത് ടി യുവിനകത്ത് അങ്ങനെ ഒരു എലമെന്റ് അതിൻ്റെ അകത്ത് അവൈലബിൾ അല്ല. ക്ലിയർ? അപ്പൊ ടപ്പിൾ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് എന്താണ്, വളരെ സിമ്പിളാണ്. ഒരു ഇമ്മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് കാണാം. ഓക്കെ, ടൈപ്പ് കാണാം, അതേപോലെ തന്നെ ലെങ്ത് കാണാം. ഓക്കെ, ഇൻഡെക്സ് വാല്യൂ ചെക്ക് ചെയ്യാം, സ്ലൈസിങ് ചെക്ക് ചെയ്യാം, ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം, ഇഫ് എൽസ് യൂസ് ചെയ്യാം, പിന്നെ കൗണ്ട് നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടപ്പിൾ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ടപ്പിൾ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ഇത്രയേ ഉള്ളൂ.